So poetic faith, what is poetic faith? Poetic faith is a willing suspension of disbelief. That means that the reader should intentionally avoid thinking, critical thinking or logic in examining something surreal such as a work of speculative fiction in order to believe it for the sake of enjoyment. അപ്പോൾ ഒരു കാര്യത്തെ ഒരു എൻജോയ് ചെയ്യാൻ അതിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻസും കാര്യങ്ങളൊക്കെ വരുന്ന പോമാണെന്നുണ്ടെങ്കിൽ അതിനെ എൻജോയ് ചെയ്യാൻ. സോ ഇഫ് യു വാണ്ട് ടു എൻജോയ് ഓർ യു വാണ്ട് ടു ഡൈജസ്റ്റ് ഇറ്റ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, യു ഷുഡ് ബി ഏബിൾ ടു ഹാവ് ദ സ്കിൽ ഓഫ് വില്ലിങ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അപ്പോൾ അതിൽ വരുന്ന എന്നാലേ ഉള്ളതിന് അതാണ് നമ്മൾ പോയറ്റിക് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, so this is a quality that a reader should possess, and this particular willing suspension of disbelief is very important aspect of Coleridge theory of poetry. Okay, now we can go to the next part, that is what is fancy. So we have already seen that fancy is the drapery of poetic genius. അപ്പോൾ എന്താണ് fancy എന്നുള്ളത് നമുക്ക് നോക്കാം. That is, fancy is, it is a mode of memory emancipated from the other order of time and space and blended with and modified that empirical phenomenon of the will which he expresses by the word choice. But equally with the ordinary memory, it must receive all its materials ready-made from the law of association. ഇപ്പോൾ ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് തിങ് ദാറ്റ് വി ഹാവ് ത്രൂ അവർ സെൻസസ്, വി അച്ചീവ് ത്രൂ അവർ സെൻസസ്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് കാണുന്നത്, ഒരു ട്രീ കാണുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ തൊടുന്നതും ഒക്കെ നമ്മുടെ ഒരു ഫാൻസി. ദാറ്റ് ഈസ്, ഇറ്റ്സ് എ മോഡ് ഓഫ് മെമ്മറി. ഓക്കെ, it's a mode of memory that we actually, you know, we have that capacity to take in. നമുക്ക് ലോ ഓഫ് അസോസിയേഷൻ വെച്ചിട്ട് നമുക്ക് ഓർഡിനറി മെമ്മറി, ബട്ട് ഓർഡിനറി മെമ്മറിയിൽ ഈ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ദിസ് ഈസ് റിലേറ്റഡ് ടു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ മൈൻഡ്. നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാൻസി എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി കണ്ടു. ദറ്റ് ഈസ് ഗുഡ് സെൻസ് ഈസ് ദ ബോഡി ഓഫ് പോയറ്റിക് ജീനിയസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഫാൻസി ഈസ് ദ ഡ്രീപ്പറി ഓഫ് പോയറ്റിക് ജീനിയസ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ടേക്ക് ഇൻ, ഓക്കെ, ടേക്ക് ഇൻ ത്രൂ അവർ സെൻസസ് and we have the materials, and it equally with the ordinary memory, it must receive all its materials ready made from the law of association. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഒരാളുടെ ഒരു കഴിവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. that we already possess that the senses, through the senses we receive lots of things into our mind. അപ്പോൾ അതിനാണ് നമ്മൾ ഫാൻസി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മോഡ് ഓഫ് മെമ്മറി. ഓക്കെ, ദാറ്റ് ഈസ് സോ അത് ഭയങ്കര ക്രിയേറ്റീവൊന്നുമല്ല, ക്രിയേറ്റീവായിട്ടൊരു കാര്യമല്ല. നമ്മുടെ സെൻസിലൂടെ നമുക്കത് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ. ഇറ്റ്സ് എ മോഡ് ഓഫ് മെമ്മറി. ഓക്കെ, നൗ വി ക്യാൻ സി imagination. So we have already seen that imagination is the soul of poetic genius. Okay, so what is imagination and types of imagination? From Coleridge, he explained what is fancy and he has explained imagination. So imagination എന്ന് പറയുന്നത്, that is the synthetic and magical power that diffuses the elements of poetry. We have already seen that when we discuss the theory of poetry, നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു there is a synthetic and magical power എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, that works behind the creation of poetry എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ we have seen that what is this synthetic and magical power that diffuses the elements of poetry, that is imagination. It is considered as the soul of poetry, and there are two types of imagination, that is primary imagination and secondary imagination. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇമാജിനേഷനാണ് നമുക്കുള്ളത്, that is primary imagination and secondary imagination. Primary imagination is an involuntary power of mind. It helps perceiving the object of senses. Impression of external world through the senses, both in part and as a whole, impose order on these impressions
reduce them into shapes and sizes, helps mind to form clear images of outside world. അപ്പോൾ നമ്മൾ ഫാൻസി ഇപ്പോൾ കണ്ടല്ലോ, നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഒരു മോഡ് ഓഫ് മെമ്മറി ആണെന്ന് കണ്ടല്ലോ. അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് ആക്ച്വലി പ്രൈമറി ഇമാജിനേഷൻ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ഇറ്റ്സ് എൻ ഇൻവോളണ്ടറി പവർ ഓഫ് മൈൻഡ്. നമുക്കൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പവറാണ് ദറ്റ് ഹെൽപ്സ് പെർസീവിങ് ദ ഒബ്ജക്റ്റ് ഓഫ് സെൻസസ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് നമ്മൾ എടുക്കുന്ന സെൻസസിലൂടെ എടുക്കുന്ന കാര്യങ്ങൾ, ഇംപ്രഷൻസ് ഓഫ് എക്സ്റ്റേണൽ വേൾഡ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് വി ആർ പെർസീവിങ്. നമ്മൾ അകത്തേക്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ നാലുപുറം കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ദറ്റ് മീൻസ് ദറ്റ് ദീസ് തിങ്സ് ആർ ഗെറ്റിംഗ് ഇൻസൈഡ് അസ് ത്രൂ അവർ സെൻസസ്. ബട്ട് അതിന് നമ്മൾ ആ എടുക്കുന്ന കാര്യങ്ങളെ അടുക്കും ചിട്ടയാക്കി വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു കഴിവ്, അതിനാണ് പവർ ഓഫ് മൈൻഡിന് പറയുന്നതാണ് പ്രൈമറി ഇമാജിനേഷൻ, ബോത്ത് ഇൻ പാർട്സ് ആൻഡ് ആസ് എ ഹോൾ. അപ്പോൾ നമുക്കൊരു കാര്യത്തെ നമുക്ക് കാണാനും അതിനെ പല പല ഭാഗങ്ങളായിട്ട് കാണാനും അതുപോലെ തന്നെ അതിനെ ആസ് എ ഹോൾ ആയിട്ട് നമുക്ക്, ഫോർ എക്സാമ്പിൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ താജ്മഹൽ കാണാൻ പോയി, ഫോർ എക്സാമ്പിൾ താജ്മഹൽ തന്നെ എടുക്കാം. അത് നമുക്കറിയാം പുറത്തുനിന്ന് നമുക്കുള്ള കുറേ കാര്യങ്ങൾ അതിനെ ആസ് എ ഹോൾ നമ്മളതിനെ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് ദിസ് മെമ്മറി ആൻഡ് ദെൻ വി പിന്നീട് നമ്മൾ അതിൻ്റെ പാർട്സ്, അതിന് വരുന്ന ഓരോ ഏരിയകളും അതിൽ ഇന്ന ഭാഗത്ത് ഇന്നതുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ദറ്റ് ഈസ് പ്രൈമറി ഇമാജിനേഷൻ. ഓക്കെ, പ്രൈമറി ഇമാജിനേഷനിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് അതിന് നമ്മുടെ ഫാൻസിയിൽ നിന്ന് ഒന്നുകൂടി ഹയർ ലെവലാണ്. ഫാൻസി ജസ്റ്റ് ഇറ്റ്സ് എ മോഡ് ഓഫ് മെമ്മറിയാണ്, ജസ്റ്റ് ഒരു ഓർമ്മ മാത്രം. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മോഡ് ഓഫ് മെമ്മറിയാണ്. ബട്ട് ഹിയർ this primary imagination is something that reduces these impressions that we received from outside into shapes and sizes. മനസ്സിൽ നടക്കുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ഈ ഒരു നമുക്ക് കിട്ടുന്ന സെൻസസിലൂടെ നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻസിനെ അടുക്കും ചിട്ടയാക്കി വെച്ച് whenever we want to ഹാവ് എൻ ഐഡിയ, നമ്മൾ എപ്പോഴെങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് പ്രൈമറി ഇമാജിനേഷനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി റിഡ്യൂസ് ദം ഇൻ ടു ഓൾ ദ ഇംപ്രഷൻസ് ഇൻ ടു ഷേപ്സ് ആൻഡ് സൈസസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് മൈൻഡ് ടു ഫോം ക്ലിയർ ഇമേജ് ഓഫ് ഔട്ട്സൈഡ് വേൾഡ്. സോ ദ പ്രൈമറി മെമ്മറി ഈസ് സംതിങ് ദാറ്റ് ഹെൽപ്സ് അസ് ടു ഹാവ് എ ക്ലിയർ ഇമേജ് ഓഫ് ഔട്ട്സൈഡ് വേൾഡ്. പുറത്തുള്ള ലോകത്തെക്കുറിച്ച് നമ്മളുടെ മനസ്സിലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്രൈമറി ഇമാജിനേഷൻ. ഇപ്പം നമുക്ക് വേൾഡ്, എർത്ത്, യൂണിവേഴ്സ്, അതുപോലെ അതിലുള്ള കാര്യങ്ങൾ നമുക്കൊരു സ്പേഷ്യോ ടെമ്പറൽ ഐഡിയ ഉണ്ടല്ലേ നമ്മളെക്കുറിച്ച്. ഇതൊക്കെ എങ്ങനെയാണ്, നമ്മുടെ പ്രൈമറി ഇമാജിനേഷനാണ്. നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഇംപ്രഷൻ വെച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ അതിന് ഷേപ്സും സൈസസും ഒക്കെ ആക്കി മാറ്റി കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. സോ വി ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, ആ ഒരു സംഭവത്തിനാണ് പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ സെക്കൻഡറി ഇമാജിനേഷൻ. അപ്പം കോൾറിച്ച് ഹാസ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഓർ ഹി ഹാസ് ഡിവൈഡഡ് ദ ഇമാജിനേഷൻ ഇൻ ടു ടു. ദറ്റ് ഇസ് ഫസ്റ്റ് വൺ പ്രൈമറി ഇമാജിനേഷൻ, that's a specific power of mind that helps us to give an image of the outer world. Now what is the secondary imagination? First primary imagination und then secondary imagination. Secondary imagination is something which has isemplastic power. Okay, അപ്പോൾ അതെന്താ നോക്കാം. That is, it is an active and conscious activity of mind that works upon what is perceived by the primary imagination. ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് രണ്ടും തമ്മിലുള്ളത് പ്രൈമറി ഇമാജിനേഷൻ സെക്കൻഡറി ഇമാജിനേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ പ്രൈമറി ഇമാജിനേഷൻ ഇറ്റ്സ് ആൻ ഇൻവോളണ്ടറി മോഡ് ഓഫ് ആക്ടിവിറ്റി. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ സംഭവിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ് പ്രൈമറി ഇമാജിനേഷൻ. ഓക്കെ, ബട്ട് സെക്കൻഡറി ഇമാജിനേഷൻ ഈസ് ആൻ ആക്റ്റീവ് ആൻഡ് കോൺഷ്യസ് ആക്ടിവിറ്റി ഓഫ് മൈൻഡ് that works upon what is perceived by the primary imagination. അപ്പോൾ പ്രൈമറി ഇമാജിനേഷൻ ഇല്ലാതെ സെക്കൻഡറി ഇമാജിനേഷന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് പ്രൈമറി ഇമാജിനേഷൻ്റെ പോലെയല്ല, അതിലും വോളണ്ടറി ആയിട്ടാണ് സെക്കൻഡറി ഇമാജിനേഷൻ ഇറ്റ് വർക്ക്സ്. So the raw materials on which this particular secondary imagination can work is sensations and impression that is supplied by primary imagination. അപ്പോൾ primary imagination supplies the raw materials
ഇങ്ങനെ ഐഡിയ ഉണ്ട്, ഇന്ന കാര്യങ്ങൾ പുറത്തു നിന്ന് എക്സ്റ്റേണലായിട്ട് that we internalized and we have stored in our mind by this primary imagination, it contributes the raw materials to the secondary imagination, and it selects and orders the raw materials by will and intellect, and it reshapes and remodels into objects of beauty. It dissolves, diffuses and dissipates in order to create. അപ്പോൾ ഡിസിപ്പേറ്റ് ചെയ്തിട്ട് ഡിഫ്യൂസ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് അത് പുതിയതായിട്ടൊരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് ദ ക്രിയേഷൻ ഓർ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന എസംപ്ലാസ്റ്റിക് പവർ എന്ന് പറയുന്നത് അതാണ്. അപ്പം ഈ ഒരു റോ മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ദ റോ മെറ്റീരിയൽസ് ആർ സെൻസേഷൻസ് ആൻഡ് ഇംപ്രഷൻ ദാറ്റ് ഈസ് സപ്ലൈഡ് ബൈ പ്രൈമറി ഇമാജിനേഷൻ, ബട്ട് ഓൺ ദിസ് പെർട്ടിക്കുലർ റോ മെറ്റീരിയൽസ് ദി സെക്കൻഡറി ഇമാജിനേഷൻ വർക്ക്സ് കോൺഷ്യസ്ലി. അത് വെറുതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതല്ല, വളരെ ഇൻ്റലക്ച്വലായിട്ടും അതുപോലെ തന്നെ വളരെ എഫേർട്ട് എടുത്തുകൊണ്ടും തന്നെ അതിൽ വർക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് ഡിസോൾവ്സ്, ഡിഫ്യൂസസ്, ഡിസിപ്പേറ്റ്സ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ്. ഇതെല്ലാം കൂടി മിക്സ് ആക്കി നന്നാക്കി അതിനെ ഡിഫ്യൂസ് ചെയ്ത് വേണ്ട രീതിയിൽ ഓർഡർ ചെയ്തിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് മേക്സ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ പോസിബിൾ. According to Coleridge, he says that the secondary imagination, that is the plastic power of mind, that is which helps in creation of poetry. അപ്പോൾ പോയട്രിയെ ഹെൽപ്പ് ചെയ്യുന്നത്, പോയട്രിക്ക് വേണ്ടി ക്രിയേറ്റിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സെക്കൻഡറി ഇമാജിനേഷൻ, ദാറ്റ് ഈസ് എസംപ്ലാസ്റ്റിക് പവർ ഇൻ അവർ മൈൻഡ്, ദാറ്റ് ഈസ് സെക്കൻഡറി ഇമാജിനേഷൻ. അപ്പോൾ നമുക്ക് പ്രൈമറി ഇമാജിനേഷൻ ഉണ്ട്, സെക്കൻഡറി ഇമാജിനേഷൻ ഉണ്ട്. പ്രൈമറി ഇമാജിനേഷൻ ഈസ് സംതിങ് which is involuntarily happens, and then it takes the raw materials through its senses and orders, and it gives an idea of the outer world. That is what this primary imagination does, and it provides raw materials to the secondary imagination, which works actively, which works consciously on the raw materials supplied by the primary imagination, which dissolves, diffuses and dissipates in order to create and helps in creation of poetry. അപ്പോൾ ഇത് ഷില്ലിംഗ് എന്ന് പറയുന്ന, ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ഓഫ് ഫ്രെഡറിക് ഷില്ലിംഗ് എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫറിൻ്റെ ബേസ് ചെയ്തിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ആരെത്തിയിട്ടുള്ളത്? കോൾറിഡ്ജ് എത്തിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫ്രെഡറിക് ഷില്ലിംഗ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫിലോസഫി ബേസ്ഡാണ് എങ്ങനെയാണ് ഇൻ്റലക്റ്റായിട്ട് അതല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ആളുകളുടെ മനസ്സിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ വി ഹാവ് ഓൾറെഡി സീൻ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ദാറ്റ് വേർഡ്സ്വർത്ത് ഹാസ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ഹൗ പോയട്രി is the process happens, how it takes place എന്നൊക്കെ നമ്മൾ കണ്ടു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കളക്ട് ചെയ്യുന്നു, റീകളക്ട് ചെയ്യുന്നു, പിന്നെ എന്താണ് കണ്ടംപ്ലേറ്റ് ചെയ്ത് കൊണ്ട് നമ്മൾ പോയട്രിയിലേക്ക് ആ പ്രോസസ്സ്, ആ റെഡി ആവുന്ന ആ പ്രോസസ്സ്, ആ രീതിയിലാണ് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹിയർ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. Coleridge says that it is the secondary imagination with its esemplastic power dissolves, diffuses and dissipates the raw materials, that is the sensations and impression that is supplied by the primary imagination in order to create, which makes an artistic creation possible എന്നുള്ള രീതിയിലാണ് ആര് പറഞ്ഞിട്ടുള്ളത്? കോളേജ് പറഞ്ഞിട്ടുള്ളത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തിയറി ഓഫ് പോയട്രി ഓഫ് വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ആർ ദ തിയറി ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്നൊക്കെ ചോദിക്കാം. സോ യു ഷുഡ് നോ വെൽ വാട്ട് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ എസംപ്ലാസ്റ്റിക് പവർ എന്നുള്ളതും സെക്കൻഡറി ഇമാജിനേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കോൾറിഡ്ജിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, now we can see some additional facts, that is there are few personalities that are mentioned in this particular work, that is poetry can be existed without meter എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി we know that in the last class we have seen Wordsworth also has mentioned some of the authors like മിൽട്ടൺ, അതുപോലെ പ്രൊസൈസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പോയട്രിയും അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ എക്സിസ്റ്റ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മീറ്റർ നിർബന്ധമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോൾറിഡ്ജും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്ലാറ്റോ, ബിഷപ്പ്, ടെയ്ലർ, അതുപോലെ തിയറിയ സേക്ര ഓഫ് ബേർണറ്റിൻ്റെ തിയറി ഓഫ് സേക്ര എന്ന് പറയുന്ന വർക്കൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് മീറ്റർ ഒന്നും പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യാത്ത വർക്ക്സാണ്. ബട്ട് സ്റ്റിൽ
they are considered as poetry. Now, there is a prophet mentioned in this particular, that is Jesus or Isa. That is കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പ്രൊഫറ്റ്സിൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് വേഴ്സ് രൂപത്തിലാണല്ലോ അവരുടെയൊക്കെ ബുക്സ് ഒക്കെ ഉള്ളത്. അത് ദാറ്റ് ഈസ് ദ ഡിവൈൻ റെവലേഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതിനെ മെൻഷൻ ചെയ്യാനൊക്കെ വേണ്ടി പറയുന്നതാണ് ദിസ് പെർട്ടിക്കുലർ തിങ്. ആൻഡ് ദെൻ ഹൂ സെഡ് Percipitantius est liberus spiritus എന്ന് പറഞ്ഞത്, ദാറ്റ് ഈസ് ദ ഫ്രീ സ്പിരിറ്റ് മസ്റ്റ് ബി ഹറീഡ് ഓൺവേർഡ്. അപ്പം അത് പെട്രോണിസ് ആർബിറ്റർ പറഞ്ഞതാണ്. ദ കോണ്ടെക്സ്റ്റ് വാസ് ദാറ്റ് whenever a person reads poetry, ആ ഒരു പോയട്രി റീഡ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിലാണ് ഇത് പറയുന്നത് ദ ഫ്രീ സ്പിരിറ്റ് മസ്റ്റ് ബി ഹറീഡ് ഓൺവേർഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, ഇതാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇൻക്ലൂഡ് ചെയ്താണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ബയോഗ്രഫിയ ലിറ്ററേറിയ. ഞാനിതിൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് കരുതി, ബട്ട് ഐ തിങ്ക് അത് വന്നിട്ടില്ല. ബട്ട് നോ പ്രോബ്ലം, I have this here. I hope everything is fine. Shall we move on to the questions? കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്താലോ? ഓക്കെ 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 നൗ അത് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നെയാണ് ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞപ്പോഴാണ്, അമൃതേ തോന്നുന്നു പറഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. എനിവേ ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻസ്. അത് ഓൾറെഡി ഇവിടെ പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഐ ഫോർഗോട്ട് ടു ടൈപ്പ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രസൻറ്റേഷൻ. അതാണ് ഉണ്ടായത്. വി വിൽ സീ ദാറ്റ്. ഓക്കെ, ശ്രദ്ധാക്കാം. നൗ it was published in the year dash, that is Biographia Literaria was published in the year 1870. Okay, okay. Dash has fixities and definities. Dash has fixities and definities. അതായത് കൃത്യമായിട്ട് ഫിക്സിറ്റീസും ഡെഫിനിറ്റീസും ഒക്കെ ഉള്ളത് എന്തിനാണ്, അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദ തിങ് ഈസ് ദാറ്റ് ഫാൻസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ ഇമാജിനേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ഏതിനായിരിക്കും ഫിക്സിറ്റീസും ഡെഫിനിറ്റീസും ഉണ്ടാവുക? ഫാൻസിക്കാണോ ഉണ്ടാവുക, അതുപോലെ എന്താ പറയുക, പിന്നെ ഇമാജിനേഷനാണോ ഉണ്ടാവുക? കൃത്യമായിട്ടുള്ളത് ഇമാജിനേഷനാണോ ഉണ്ടാവുക? ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സിറ്റീസും ഡെഫിനിറ്റീസും ഉണ്ടാവില്ല, ഫാൻസിക്കാണ് അത് ഉണ്ടാവുക. ഓക്കെ, ഓക്കെ, ഫാൻസി, യെസ്, അതാണ് കാരണം ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക, കൃത്യമായിട്ടുള്ളതായിരിക്കും. ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ദാറ്റ് ഈസ് മോർ റിലേറ്റഡ് വിത്ത് ദ സൈക്കോളജിക്കൽ ആസ്പെക്ട്. സോ fancy has fixities and definities. And then dash constitute poetic truth. Dash constitutes poetic truth. എന്താണ് ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട് പോയറ്റിക് ട്രൂത്ത്? ഐഡിയ? faith. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇമാജിനേഷനാണോ, അതുപോലെ willing suspension of disbelief? Now dash imagination, yes, willing suspension of disbelief. Okay, dash imagination leads to creativity. Dash imagination leads to creativity. That is second. Okay. Now what is called this definition of poetry? What is called this definition of poetry? അത് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചാൽ, ദാറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, what is called this definition of poetry? അതൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. The definition of poetry. Poetry is the best words in best orders.
അപ്പം നിങ്ങൾക്കതിന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഡെഫിനേഷൻ ഓഫ് പോയട്രി ആയിട്ട്. ദെൻ ലിറിക്കൽ ബാലഡ്സ്. ഇൻ ലിറിക്കൽ ബാലഡ്സ് കോൾറിഡ്ജ് വാസ് ടു റൈറ്റ് പോംസ് വിച്ച് ആർ ഡാഷ്. എങ്ങനത്തെ പോംസാണ് എഴുതാൻ ഉദ്ദേശിച്ചിരുന്നത്? Yes, Suparnacho. Then how does Coleridge differ from Wordsworth's theories? How does Coleridge differ from Wordsworth's theories? എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? വേർഡ്സ്വർത്ത് ഓർഡിനറി ലൈഫാണോ? അതല്ല, ലാംഗ്വേജ് അത് റിലേറ്റഡ് ആയിട്ടല്ലേ വരുന്നത്? യെസ് ലാംഗ്വേജ് ഓഫ് കോമൺ മെൻ ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വേർഡ്സ്വർത്ത്. ബട്ട് കോളേജ് സേ ദാറ്റ് വൺ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് എന്നുള്ളത് അത് ട്രൂത്താണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. നൗ then it was from dash that Coleridge derived the idea of imagination as an exemplastic power. ഇമാജിനേഷൻ്റെ എസംപ്ലാസ്റ്റിക് പവർ എന്നുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, ജർമ്മൻ ഫിലോസഫി എന്നല്ലേ. Okay, that is few questions. I will add some more questions into that and I will send to you later. Now we can go to the next part, I hope.